രാത്രിയിൽ അയാളൊരു സ്വപ്നം കണ്ടുവത്രേ. അതിൽ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞുവത്രേ. എത്ര വേദന നിറഞ്ഞൊരു കാര്യമാണ്. പിന്നീട് അയാൾ ഉറങ്ങിയിട്ടില്ല. ആ രാത്രിയല്ല, ആ ജീവിതകാലം മുഴുവനും താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആ സ്ത്രീയെ മാറോട് ചേർത്ത്, ആ കുഞ്ഞിനെ ഹൃദയത്തോട് ചേർത്ത് പിന്നീട് അയാൾ അവർക്ക് സംരക്ഷണം നൽകി ജീവിച്ചു. എന്താണ് അയാൾ ഈ ഭൂമിയോട് പറഞ്ഞത്? പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു നിയമത്തിനും ആ സ്ത്രീയെയും ആ കുഞ്ഞിനെയും വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുക മാത്രം ചെയ്തു. തൻ്റെ സ്വപ്നങ്ങളെക്കാളും ദൈവത്തിൻ്റെ സ്വപ്നം വലുതായി കരുതിക്കൊണ്ട് തൻ്റെ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ച് പിന്നീട് അയാൾ സ്വപ്നമില്ലാത്ത രാത്രിക്ക് വേണ്ടി ഉറങ്ങാതിരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ചില പദ്ധതികൾക്ക് വേണ്ടി നമ്മളെ തന്നെ നാം വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ദൈവം കരുതുന്ന ചില തീരുമാനങ്ങളുണ്ട്. അത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും. ഒരു പക്ഷേ കുറച്ചും കൂടി ദൈവിക പദ്ധതിക്ക് നമ്മളെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.